തിരുമലൈ കോവിലെത്തിയിട്ടുണ്ട്. മുരുകൻ്റെ ഒരു ടെമ്പിളാണ്. റീൽസിലൂടെയൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ഏറ്റവും സേഫസ്റ്റ് കാർ എന്ന് പറയുന്നത് തന്നെ ടാറ്റയുടെ കാസ് ആണല്ലോ. നമ്മൾ ഇന്ന് ചെറിയൊരു ഡ്രൈവ് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ ടാറ്റ ഹാരിയർ ഏറ്റവും പുതിയ മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡാർക്ക് എഡീഷൻ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ. അപ്പം ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും വീട് അധികം അങ്ങനെ കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്കാശിയാണ്. പുല്ലൂർ വഴി ഏകദേശം ഒരു 180 കിലോമീറ്ററോളം വൺ സൈഡ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഡ്രൈവ് വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ആരതിയുണ്ട്, അതേപോലെ തന്നെ എൻ്റെ അമ്മയും ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും ഇന്ന്. പോയാലോ. അപ്പോൾ നമ്മൾ ഡ്രൈവിന് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഹാരിയർ ഒരു ലോങ് ഡ്രൈവിലേക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഷോർട്ട് റിവ്യൂസിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാവിഗേറ്റ് ചെയ്യുന്നത് ആരതിയാണ്. ആരതി കുറേ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ടെമ്പിളുണ്ട്, കുറ്റാലമുണ്ട്. അതെ, അത് ഓൺ ദ വേയിൽ കാണിക്കാം. പിന്നെ ഞാൻ അമ്മ വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിക്കൊമ്പനുണ്ടല്ലോ, അരിക്കൊമ്പൻ്റെ ഇപ്പോൾ ഉള്ള കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടന്തുറയാണ്. അത് തെങ്കാശി അടുത്താണ്, 45 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അതൊക്കെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്തിട്ടാണ് അമ്മേനെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ മണിമല വഴി പുല്ലൂർ എത്തിയേക്കുവാണ്. അപ്പോൾ പുല്ലൂർ എത്തിയപ്പോഴത്തേക്കും എൻ്റെ 2 ഫ്രണ്ട്സ് നമ്മുടെ അംബുജനും അമ്മയും കൂടെ നമ്മുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുല്ലൂരിൽ നിന്ന് നേരെ തെങ്കാശി റൂട്ടിലാണ്. ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു സ്പോട്ടാണ് ഈ ഒറ്റക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെക്ക് ഡാമും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഒരുപാട് ആളുകളൊക്കെ നിർത്തിയിട്ട് കാണുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ തെന്മല ഡാമിന്റെ ആ ഒരു ഏരിയയിൽ എത്തി കേട്ടോ. അപ്പം എടുത്ത് പറയുന്നത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്ക്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ വണ്ടിയിലുള്ളവരെല്ലാം കൂടെ ജസ്റ്റ് ഡാം കാണാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ഹാരിയറിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പം ഹാരിയർ ഡ്രീം ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണല്ലേ. കാരണം എല്ലാവരെയും ഒരു SUV സ്റ്റൈലിംഗ് നോക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു വലിയ വണ്ടി നോക്കുന്ന ആളുകൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ്. കാരണം എസ്പെഷ്യലി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു 2000 cc എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ലോങ് ഡ്രൈവിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് വീഡിയോ പോലെയാണ് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ട്രിപ്പ് പോലെ നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു ട്രാവൽ വ്ളോഗർ എന്നുള്ളൊരു രീതിയിൽ എനിക്ക് എത്രത്തോളം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഓട്ടോ വ്ളോഗർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രസൻറ്റേഷൻ കൂടുതലും. സോ നമുക്ക് ഹാരിയറിൻ്റെ ഈ ഒരു ഡാർക്ക് എഡീഷൻ ഏറ്റവും പുതിയ മോഡൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും അറിയാമല്ലോ. പുതിയൊരു ഫ്രണ്ട് ഫേസോട് കൂടിയിട്ടാണ് ഈ ഒരു വെഹിക്കിളിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഡാർക്ക് എലമെൻറ്റ്സ് കൂടുതലാണ് ഈ ഒരു ഡാർക്ക് എഡീഷൻ വരുമ്പോഴത്തേക്കും. ഒരു സൈഡിലൊക്കെ ആണെങ്കിലും #ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ്ങും ഇന്റീരിയർ നോക്കിയാലും എല്ലാം ഒരു മൊത്തത്തിൽ ഒരു ഡാർക്ക് മയമാണ്. സോ അത് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പറയുന്നത്. ഇപ്പം ഈ ഒരു വാഹനം മാത്രമല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഇപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ഡാർക്ക് എഡീഷൻ അവൈലബിൾ ആണ്. സോ ഹാരിയർ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. പ്രത്യേകിച്ച് മുറ്റത്തൊക്കെ കിടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ആനയൊക്കെ കിടക്കുന്നൊരു പ്രതീതിയിലാണ് വെഹിക്കിള് കാണുമ്പോഴും അല്ലെ അടുത്ത് നിൽക്കുമ്പോഴും ഒക്കെ. സോ നമുക്ക് ജസ്റ്റ് മാറ്റങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അഡാസിൻ്റെ സപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആണ്. അത് ലെവൽ 2 അല്ല, ബേസിക് അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ടിൽ ക്യാമറ പ്ലസ് സെൻസർ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് പല വണ്ടികൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പല വണ്ടിക്ക് പല സൈസും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോൾ വലിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടൊക്കെ കുറച്ചുകൂടെ കാണാനും കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. ഡ്രൈവേഴ്സിനൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫീച്ചർ എന്തായാലും ഈ ഒരു മോഡലുണ്ട്. പിന്നെ ലൈറ്റ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ്സും DRS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒരു ചെറിയൊരു ഫോഗ് ലാമ്പിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ല് കാണാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. നമ്മൾ ഓൾറെഡി ഇപ്പം ന്യൂ മോഡൽസ് വന്നപ്പോഴത്തേക്കും കണ്ടിട്ടുള്ള ആ സെയിം ഫേസ് തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് വീണ്ടും ഡ്രൈവ് ചെയ്ത് നേരെ തെങ്കാശിക്ക് പോവാണ്. ആ ഒരു ഡ്രൈവിൽ കുറേ കാര്യങ്ങളൂടെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്മല എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. 2016 ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. അന്ന് ആ ഒരു ടൈമിൽ കട്ട് ഓഫ് റോഡായിരുന്നു. ഒരു 12 കിലോമീറ്ററോളം ബൈക്കിൽ ഓഫ് റോഡ് ചെയ്ത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പോൾ കാസൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളെന്തായാലും അങ്ങോട്ട് അധികം പോകുന്നില്ല. നമ്മൾ നേരെ ഇനി തെങ്കാശി. അങ്ങനെ നമ്മൾ തെങ്കാശി അടുത്തുള്ള തിരുമലൈ കോവിലെത്തിയിട്ടുണ്ട്. മുരുകൻ്റെ ഒരു ടെമ്പിളാണ്. റീൽസിലൂടെയൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. അതായത് മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ്. കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഈ ഒരു ടെമ്പിളാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം എല്ലാവരും ഇതേ ടെമ്പിൾ കാണാൻ വേണ്ടി ഇവിടുത്തെ സീനറി ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്നാൽ കുറച്ച്
ഹാരിയറിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ ഇന്റീരിയർ നോക്കുമ്പോഴേക്കും ടോട്ടലി ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡാർക്ക് എഡിഷൻ ആണല്ലോ. സോ നമുക്കിപ്പോൾ ഡാഷ്ബോർഡിന്റെ ഭാഗങ്ങൾ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സെന്റർ ഭാഗങ്ങൾ നോക്കുമ്പോഴും എല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് പ്ലസ് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ഓവറോൾ ഇന്റീരിയർ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു പുതിയ മാറ്റം ഇപ്പം ടാറ്റ കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാസിലെല്ലാം തന്നെ നെക്സോണിലും അല്ലെങ്കിൽ പഞ്ചിലും ഒക്കെ തന്നെ ഈ ഒരു തീമിലുള്ള സ്റ്റിയറിംഗ് വീല് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇന്റീരിയർ ടച്ച് ഓവറോൾ ഒരു കോമൺ ടൈപ്പ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഫ്യൂച്ചർ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇലിമിനേറ്റിംഗ് ഒരു ടാറ്റയുടെ ലോഗോ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ 4 സ്പോക്ക് ഉള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടത് ഒരു ഡീക്കറ്റ് സ്റ്റിയറിംഗ് പ്ലസ് ഒരു 4 സ്പോക്ക് സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പുതിയൊരു ഡിസൈൻ പെട്ടെന്ന് തന്നെ എടുത്തറിയുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അതായത് അപ്ഡേറ്റ് ചെയ്ത് മാറി വന്നപ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നു എന്നുള്ളതാണ്. 31.24 സെന്റിമീറ്ററിന്റെ ഒരു ഹെർമന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആട്ടോ. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ AC യുടെ കൺട്രോൾസ് ഒക്കെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്, അലക്സയുടെ സപ്പോർട്ട് വരുന്നുണ്ട്, അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ സോൺ AC ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെപ്പറേറ്റ്ലി നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുന്നതെങ്കിലും വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെറൈനും അനുസരിച്ചിട്ട് മോഡ് മാറ്റാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വെറ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഹില്ലി ടെറൈൻ ആണെങ്കിൽ അങ്ങനെ, പിന്നെ സിറ്റിയിലാണെങ്കിൽ അങ്ങനെ പല മോഡ്സിനും പല ടെറൈൻ അനുസരിച്ചിട്ടും നമുക്ക് ഇതിന്റെ മോഡ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സിറ്റി മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്സ് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് മോഡ്സും ഉണ്ട്. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് ഈ മെയിൻ ഭാഗമാണല്ലോ ഈ ഒരു ഗിയറിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു നോബ് എന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലിയാണ്. ജസ്റ്റ് ഡ്രൈവിലേക്ക് ഒന്ന് പുഷ് ചെയ്തിടാനും അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് പുഷ് ചെയ്തിടാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓട്ടോ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 360 ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻ കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് വെഹിക്കിളിൻ്റെ ഫുൾ സറൗണ്ടിങ്സ് എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ വളരെ ക്ലീൻ ആയിട്ട് കാണാം. കണ്ടല്ലോ, വളരെ സേഫ്റ്റി കൊടുത്തിട്ട് ഉള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാസിലും ഉണ്ട്, പക്ഷേ ഇതിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ക്യാമറയാണ് ടാറ്റ എന്തായാലും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണല്ലോ, എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പം ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് കാർ എന്ന് പറയുന്നത് തന്നെ ടാറ്റയുടെ കാസാണല്ലോ. സോ സേഫ്റ്റി പെർഫെക്റ്റ് ആണ് ആ ഒരു സൈഡ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കപ്പ് ഹോൾഡറും പിന്നെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസ്, ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് വന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. അത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളും ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തന്നെ ഇപ്പോൾ സെൻട്രലായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പം മ്യൂസിക് ഒക്കെ വെച്ചാലും നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് അതെല്ലാം ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ അടുത്ത പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ സീറ്റിങ് ടോട്ടലി ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. അതിൽ ആ ഒരു ടയാരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് 6 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഒരു സീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ മെമ്മറി ഫംഗ്ഷൻ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റൈസ് ഭാഗത്തുണ്ട്. കോ ഡ്രൈവർ സീറ്റ് വരുമ്പോഴത്തേക്കും 4 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്സ് ആണ്. പിന്നെ ഓവറോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 7 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന സേഫ്റ്റി കാർസാണ് ടാറ്റയ്ക്കുള്ളത്. അപ്പോൾ സേഫ്റ്റി സൈഡ് എത്രയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പനാറോമിക് സൺറൂഫാണ് കേട്ടോ. വളരെ വലിയൊരു സൺറൂഫ് ഏരിയ ആണ്. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് തീം കാറാണല്ലോ ഇൻസൈഡ്. അപ്പം കുറച്ച് വെട്ട ഉള്ളിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു വലിയ സൺറൂഫ് ഏരിയ വളരെ സഹായമായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് ചെറിയ ഓഫ് റോഡൊക്കെ ഓടിച്ച സമയത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഡ്രൈവ് ചെയ്തത്. സോ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണിത് കേട്ടോ. ഇനി ജസ്റ്റ് റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്ക് റിയർ സൈഡ് കംഫർട്ടും ഫ്രണ്ടിലെ പോലെ തന്നെ അത്രയും നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സെയിം ഫ്രണ്ടിലെ തന്നെ സീറ്റിങ്ങിൻ്റെ അതേ തന്നെ ക്വാളിറ്റി കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള സീറ്റ്സ് ആണ്. ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് കൊണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ISO ഫിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ചാർജിങ് ഓപ്ഷൻസ് റിയർ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ വരുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആണ് റിയർ സൈഡ്. നമുക്ക് ലോങ് ഒക്കെ പോകാൻ വേണ്ടി വളരെ കംഫർട്ടബിൾ ആണല്ലോ, എടുത്ത് പറയുന്നില്ല. ഓൾറെഡി ഹാരിയർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ പുതിയ മോഡൽ ഒന്നുകൂടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്റീരിയർ കുറച്ചുകൂടെ രസമായിട്ടുണ്ട്. നമ്മുടെ ഹാരിയറിന്റെ ഇന്റീരിയർ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ കൊണ്ട് നമ്മുടെ ഈ ഒരു ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് ഒന്ന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാണ്, ഭയങ്കര രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്, ഭയങ്കര റിഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കോസ്റ്റ്യൂം മാറിയ കേട്ടോ. കാരണം ഇവിടെ കുർത്താസൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ, ജീൻസും ടോപ്പും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അത് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഓവറോൾ വരുമ്പോഴത്തേക്കും റീൽസിലൊക്കെ കണ്ട പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഒരു ചൂടധികം ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു രസമായിട്ടുണ്ട്. വൈകുന്നേരവും രാവിലെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവുക.
അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ നമ്മുടെ കോട്ടയത്തേക്ക് ഡ്രൈവ് ചെയ്യാണ്. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഇപ്പോൾ ഇത്രയും ദൂരം ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നു. ലോങ് ഡ്രൈവിലേക്ക് ഞാൻ ആൾറെഡി ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാരിയർ ലോങ് ഡ്രൈവിലേക്ക് ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ ശരിക്കും ഇങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഓടിച്ചപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കംഫർട്ട്, ഇതിൻ്റെ പവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ നോക്കുമ്പോഴത്തേക്കും BS6 phase 2 എഞ്ചിനാണ്, 2 ലിറ്റർ എഞ്ചിനാണ്, 170 HP പവറും 350 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പവറിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇതിന് തന്നെ മാനുവൽ ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ട്രാൻസ്മിഷൻ ഗിയർ മാറുന്നത് അറിയുന്നില്ല, അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് കേട്ടോ. അപ്പം നമുക്ക് കാല് കൊടുക്കുമ്പോൾ തന്നെ സഡൻ റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. സഡൻ പിക്കപ്പാണ്. അങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ ടോട്ടലി ഒരു ഹാപ്പിയാണ്. അതാണ്. പിന്നെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് റോഡിലേക്കൊക്കെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റോഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ഈ ഒരു വെഹിക്കിളിൽ അഡാസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ലെവൽ 2 ഇല്ല, ബേസിക് അഡാസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള 11 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള കാര്യങ്ങളും ലൈൻ കീപ്പ് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു അലേർട്ട് വരുന്നുണ്ട് എപ്പോഴും നമുക്ക് ലൈനൊക്കെ മാറി ഓടിക്കുവാണെങ്കിൽ ആ ഒരു അലേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അഡാസ് ഓൾവേസ് എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ട് ഓരോരോ വെഹിക്കിൾസ് ഇപ്പം കേവൊക്കെ വരാൻ വേണ്ടി പോവല്ലേ. പിന്നെ ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഓവറോൾ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് ശരിക്കും നമ്മൾ ഇരുന്ന് വളരെ കംഫർട്ടബിൾ ആണ്. വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഡ്രൈവർ സൈഡിൽ. പിന്നെ ഇത് ഒരു വലിയ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടൊരു സ്റ്റൈലുണ്ട് ഓടിക്കുമ്പോഴത്തേക്ക്. ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന വെഹിക്കിൾസാണിത്. പിന്നെ സസ്പെൻഷൻ സൈഡൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സൈഡാണ് കേട്ടോ. കുറച്ച് ഓഫ് റോഡ് റൂട്ടൊക്കെ നമ്മൾ ആ ഒരു തെന്മല സൈഡിലേക്ക്, നമ്മുടെ റോസ്മല സൈഡിലേക്കൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു ഓഫ് റോഡിനൊക്കെ എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളൂടെയാണ് കേട്ടോ. 4x4 വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. വളരെ കൂളായിട്ട് തന്നെ വണ്ടി പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് രസമാണ്. ഒരു ലോങ്ങിലേക്കൊക്കെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ബാച്ചൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കും എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം യൂട്ടിലിറ്റി സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ ഡിസെന്റ് കൺട്രോള്, ക്രൂയിസ് കൺട്രോള്, ABS, EBD തുടങ്ങിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്, നമുക്ക് അറിയാവുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം ക്രൂയിസ് കൺട്രോൾ നമ്മൾ ഈ തമിഴ്നാട് റോഡ് കയറിയപ്പോൾ മാത്രമാണ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തത്. അല്ലാതെ നമ്മുടെ റോഡുകളിൽ ക്രൂയിസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്നാലും നമ്മളിനി തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 12 to 14 ആ ഒരു റേഞ്ചിലേക്കാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കത്തിച്ച് വിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഉറപ്പായിട്ടും മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു 2 ലിറ്റർ എഞ്ചിനൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൂടെ ആയതുകൊണ്ട് മൈലേജിൻ്റെ കാര്യം ഏകദേശമൊക്കെ അത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തിരിച്ചുള്ള ഡ്രൈവിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു പാടവരമ്പും പിന്നെ കുറച്ചൊരു ബാക്ക് സൈഡിൽ കുറച്ച് മലനിരകളൊക്കെ കാണാം. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ വെഹിക്കിളിൻ്റെ സൈഡ് പ്രൊഫൈലിലൂടെ ഒന്ന് നോക്കാം അല്ലേ. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓവറോൾ ഇതൊരു ഡാർക്ക് തീംഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്കിൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ഇഞ്ച് വീൽസ്, അലോയ് വീൽസാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ ആ ഒരു ഡിസൈനും പാറ്റേണും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 19 ഇഞ്ച് വീൽ സൈസ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു വീൽ സൈസാണ് കേട്ടോ ഇത് 19 ഇഞ്ച്. പിന്നെ നമുക്ക് ജസ്റ്റ് റിയർ സൈഡ് ഒന്ന് നോക്കാം. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ന്യൂജൻ മോഡലിലേക്കുള്ള ടെയിൽ ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് കൺക്ലൂഡ് ചെയ്യാണ്. കാരണം ഓവറോൾ വെഹിക്കിൾ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒരു ലോങ്ങിലേക്ക് നമ്മുടെ സഫാരി എങ്ങനെ ഉണ്ടെന്നുള്ളൊരു ഡ്രൈവ് എക്സ്പീരിയൻസും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു നമ്മുടെ ഫാമിലിക്കൊപ്പം. സോ വളരെ നല്ലൊരു ഹാപ്പി ഒരു ഡേ ആയിരുന്നു ഓവറോൾ നോക്കുമ്പോഴത്തേക്കും. ഇനി ഇതുപോലത്തെ കുറേ വീഡിയോസ്, ട്രാവൽ വീഡിയോസോട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ഈ കിങ് ഓഫ് SUV ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇതിൻ്റെ പ്രൈസ്, ഈ ഒരു ഹാരിയറിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പുതിയ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ട്രാവൽ കം ഒരു റിവ്യൂ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.